ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് പറഞ്ഞാൽ സ്വിഫ്റ്റ് ഡീസലാണ്. കസ്റ്റമറെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതായത് ടെമ്പറേച്ചർ ഹൈ ആവുക. ലോങ് ഓടിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ലോക്കലോട്ടത്തിനും കുഴപ്പമൊന്നുമില്ല, ലോങ് ഓടിക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവുകയാണ്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതാ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ രണ്ട് കംപ്ലയിൻറ്റ് വരാനുള്ളൂ. ഒന്ന് തെർമോസ്റ്റാറ്റിൻ്റെ ആ എൽബോ അതിൻ്റെ ഉള്ളിൽ പൊട്ടും. അങ്ങനെ ആകുമ്പോൾ കൂളിൻ്റെ സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ കറക്റ്റായിട്ട് സർക്കുലേഷൻ നടക്കുന്നില്ല. ഫാനും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്, എവിടെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സർക്കുലേഷൻ കറക്റ്റായി നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്തു. ഇനി നമ്മൾ റേഡിയേറ്റർ അഴിക്കണ്ടോ, റേഡിയേറ്ററിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിക്കണം. അതിന് ബമ്പറും കാര്യങ്ങളൊക്കെ അഴിക്കണം, എന്നാലേ നമുക്ക് റേഡിയേറ്റർ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പിൽ ഇത് അഴിക്കും, ടോപ്പിൽ ടാങ്ക് അഴിക്കും. എന്നാൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും റേഡിയേറ്റർ ബ്ലോക്ക് ഉണ്ടാകും, തെർമോസ്റ്റാറ്റ് പൊട്ടിയിട്ടില്ല, എന്തായാലും റേഡിയേറ്റർ ബ്ലോക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് കറക്റ്റ് സർക്കുലേഷൻ നടക്കാത്തത്. ഫാനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ലീക്കും കാര്യങ്ങളും എവിടെയില്ല. അപ്പോൾ നമ്മൾ ടോപ്പ് അഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, റേഡിയേറ്ററിന് ടോപ്പ് അഴിച്ചുകൊണ്ടിരിക്കണം. എന്താണ് അവസ്ഥ എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ടോപ്പ് പൊട്ടിയാലും ലീക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. റേഡിയേറ്റർ ഫുൾ അസംബ്ലി മാറണ്ട, നമുക്ക് ടോപ്പിൻ്റെ ടോപ്പും ടാങ്ക് മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ടോപ്പ് അഴിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പൊക്കിയെടുത്തിട്ട് അതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം, റേഡിയേറ്ററിൻ്റെ ഉള്ളിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടാങ്ക് പുറത്തെടുത്ത് ഇത് കണ്ടോ റേഡിയേറ്ററിൻ്റെ ഒരു അവസ്ഥ. ഇതിൽ വെള്ളം താഴത്തേക്ക് പോകാൻ ഒരു സ്ഥലം ഇല്ല, ഒന്നോ രണ്ടോ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്, ബാക്കിയൊക്കെ ഫുള്ളായിട്ട് അടഞ്ഞു. അതുകൊണ്ടാണ് കറക്റ്റ് സർക്കുലേഷൻ നടക്കാത്തത്. ലോങ് ഓടിക്കുന്ന സമയത്ത് ഹീറ്റ് ആവും കേട്ടോ, അതായത് കൂളിൻ്റെ സർക്കുലേഷൻ നടക്കണില്ല. കണ്ടേ ഈ സെല്ല് ഫുള്ള് ബ്ലോക്കാണ്. എവിടെയെങ്കിലും ചെറിയൊരു ഹോളുണ്ട്, അത് കൂടെ മാത്രമേ വെള്ളം ഇറങ്ങി പോകുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെഡിയിട്ട് ഇതാ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചതിലേക്ക് കയറ്റണം. കയറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ടെമ്പറേച്ചർ കുറയണതും കൂട്ടണം കേട്ടോ. ഫാൻ വറക്കണ സമയത്ത് കുറയണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്കാനർ കണക്ട് ചെയ്ത് അതിൻ്റെ കൂടെ ടെമ്പറേച്ചറും ഇപ്പോഴത്തെ ലെവൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് ടെമ്പറേച്ചർ കൂടി ആ ഒരു ഫാൻ വറക്കാനുള്ള സമയം ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ട് നേരെ കുറയണം കാണിച്ചു തരാം കേട്ടോ. ഇത് വണ്ടി വന്നപ്പോൾ ഒരു 96-97 ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. അതായത് ഫാൻ വർക്കാവുണ്ട്, പക്ഷേ 97 ഇങ്ങനെ നിൽക്കുക, കുറയില്ല. അതിന് ഫാൻ വർക്ക് ആയി കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരണം. 97 ഇങ്ങനെ കുറഞ്ഞ് ഒരു 94-93 കാണുന്ന സമയത്ത് ഫാൻ കട്ട് ഓഫ് ആവും. അങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇത് പക്ഷേ അവിടെ ഇങ്ങനെ സ്റ്റഡി ആയിരിക്കണം, 97-96 അതൊന്നും കുറയില്ല. ഫാൻ ഫുൾ ടൈം വർക്ക് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പം നിലവിലിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 45 ഡിഗ്രി ആയിട്ടുണ്ട് കേട്ടോ കൂളിൻ്റെ ടെമ്പറേച്ചർ. അതിനൊരു 98 ആ ഡിഗ്രി ആവുന്ന സമയത്ത് ഫാൻ വർക്കാവുള്ളൂ. ഫാൻ കാണിച്ചു തരാം. അത് നിലവിൽ ഇതാ 97 ആയിട്ടുണ്ടോ. ആ 98 ആകുമ്പോൾ കൂളിംഗ് ഫാനിൻ്റെ ഓണാവും കേട്ടോ. ഇതാ ഫാൻ ഓൺ ആയിട്ടുണ്ട്, 98 ഫാൻ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇത് കുറയണ കണ്ടോ കേട്ടോ, നേരെ 94ക്ക് വരും കേട്ടോ. മറ്റേത് ആ ഒരു 97 ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഫാൻ വർക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞ് വരണം. 97, 96, 95 95 94 ഫാൻ ഓഫായി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് കേട്ടോ. മറ്റേത് ഫാൻ ഓഫ് ആവില്ല, 97 ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കുക. പിന്നെ ലോങ് ഓണ സമയത്ത് അത് ഹീറ്റ് ആവുന്നത്, അത് കയറിപ്പോകും കേട്ടോ. 97 എന്നുള്ളത് 100 മുകളിൽ കയറിപ്പോകുമ്പോൾ ഹൈ ആവും. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. റേഡിയേറ്റർ ബ്ലോക്ക് ആയതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഉണ്ട്, ഇതിൻ്റെ കാണാം.